ശീമോൻ ഒരുക്കിയ വിരുന്നിന് മുമ്പാകെ ഇരിക്കുമ്പോഴും ആ വിരുന്നുമേശയെല്ലാം കർത്താവ് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, സൗന്ദര്യമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ല, വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ല, കുടുംബമഹിമയുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമില്ല. സകല മനുഷ്യരും, അംഗഹീനരും കണ്ണുനീരനുഭവിക്കുന്നവരും ഒക്കെ കർത്താവ് ഒരുക്കുന്ന വിരുന്നുമേശയുടെ ചുറ്റുമുണ്ട് എപ്പോഴും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിച്ചു നോക്കണം. ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിനൊരു വിരുന്നുണ്ട് ഒരുക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. ഒരു കുഷ്ഠരോഗിയായ ഒരു ശീമോൻ. ഒരു കാലത്ത് കുഷ്ഠരോഗികളെ കാണുന്നത് പോലും അശുദ്ധിയാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലത്താണ് ഈ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനൊരുക്കിയ വിരുന്നുമേശയിൽ കർത്താവ് വരുന്നത്. കുഷ്ഠരോഗത്തിൻ്റെ തീവ്രത നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ പെരിഫറൽ നെർവുകളെ ബാധിക്കുന്നൊരു രോഗമായി കുഷ്ഠരോഗം എന്ന് പറയുന്നത്. മെയിൻ നാഡീവ്യൂഹങ്ങളെ അത് ബാധിക്കും. അത് ബാധിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്